ഈ പരിശുദ്ധ പ്രേമത്തിന്റെ കാലമൊക്കെ പോയി. ഇപ്പൊ ജാതിയും മതവും സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമല്ലേ ആൾക്കാർ പ്രേമിക്കുന്നത്. ഒരുതരം അഡ്ജസ്റ്റ്മെന്റ്. വലിയ പ്രേംജിയെ പോലെ വേദാന്തൊക്കെ പറയാൻ നിനക്കെന്താ ഒരു എക്സ്പീരിയൻസ്? നീ ആരെയും പ്രേമിച്ചിട്ടുണ്ടോ? കോളേജിൽ വലിയ ഹീറോ ആയിട്ട് ചെത്തി നടന്നിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ ധാരാളം ആരാധികമാരെ പ്രേമിച്ച് കാണണം എന്നൊന്നും ഉറപ്പു പറയാൻ പറ്റില്ല. അത്യാവശ്യം കലാപ്രവർത്തനങ്ങളുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരുപാട് കുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. പ്രേമിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, ജാതിയും മതവും മനസ്സിലാക്കാൻ വേണ്ടി പലരും എന്റെ അച്ഛന്റെ പേര് എന്നോട് ചോദിക്കുമായിരുന്നു. എനിക്ക് പോലും അറിഞ്ഞൂടാത്ത ആ പേര് ഞാൻ എങ്ങനെയാ പറയുക? ബാബു കെയർ ഓഫ് സെന്റ് മേരീസ് ഓർഫനേജ് എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ ജീവനം കൊണ്ടുപോകും. കല്യാണങ്ങൾക്ക് കൊയർ പാടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ജെറോം അച്ഛൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, ഇനി എന്നാടാ നിനക്ക് ഞാൻ മിന്നെടുത്ത് തരുന്നതെന്ന്. അങ്ങനെ ഒരു പാതകം അച്ഛനെ കൊണ്ട് ചെയ്യിക്കണ്ടെന്ന് കരുതിയാവും കർത്താവ് നേരത്തെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പ്രേമിക്കണ്ടെന്നല്ല, പെണ്ണുങ്ങൾക്ക് നമ്മളെ മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് മാത്രമാണ്. ഒരേ സമയം കാർബൺ പേപ്പർ വെച്ച് പ്രേമലേഖനം എഴുതി 6 പേരെ പ്രേമിച്ച ഒരു ആശാലത ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു. രാജു കൃഷ്ണൻസ് ഇക്കാര്യത്തിൽ ഭാഗ്യവാന്മാരാ. സുധ ഇവരെ രണ്ടുപേരെ മാത്രമല്ലേ പ്രേമിക്കുന്നുള്ളൂ. എന്താണ് അവളുടെ ഉദ്ദേശം ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇവർ രണ്ടുപേരെയും കൊണ്ട് ശരിക്ക് കാശ് അവൾ മുടക്കിക്കുന്നുണ്ട്. ഇന്നലെ രാജു ഒക്കെ ഒരു മുല്ലപ്പൂവിന്റെ സ്പ്രേ വാങ്ങിക്കൊടുത്തു. സത്യമാണോ? എഴുപുന്ന തരകനാണ് സത്യം. എഴുപുന്ന തരകനാണ്ടാ നിന്റെ തന്ത? ഈ ഫോറാൻ കണ്ടോ? ഇതുകൊണ്ട് ഒരെണ്ണം തന്നാ നിന്റെ വെടി കേൾക്കും. പേടിപ്പിക്കല്ലേ? ഞാൻ മനസ്സറിഞ്ഞൊരു പിടുത്തം പിടിച്ചാണ്ടല്ലോ, പിന്നെ നീ ദാമ്പത്യ സുഖം അനുഭവിക്കില്ല. നീ ആരുടെ ചന്ദ്രസ്വാമിയോ ദാമ്പത്യം തീർക്കാൻ? എന്നാലാന്ന് കാണാൻ പിടിക്കൂടാ. കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു കാമുകൻ 2 കാമുകന്മാരും. ചുമ്മാതല്ല നാട്ടുകാർ നിങ്ങളെ രണ്ടുപേരെ രാജു കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രേമത്തിന് ക്ലൈമാക്സ് 2 അല്ല 3. എന്താണ് മൂന്നാമത്തെ ക്ലൈമാക്സ്? അവളുടെ തന്ത ഇറച്ചി ഭാർഗവൻ നിങ്ങളുടെ രണ്ടുപേരെയും വാക്കത്തി കൊണ്ട് വെട്ടിയരിഞ്ഞ് കുഴിച്ചു കൂടുന്നത്. രാജു കൃഷ്ണൻ, ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ക്ലൈമാക്സിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നടത്തി തരാം. നിന്റെ നാടെവിടെയാ? തൃശ്ശൂര്. നിന്റെയോ? തിരുവനന്തപുരം. എന്നാ കുഴപ്പമില്ല. നിന്റെ ബോഡി തൃശ്ശൂർ ജില്ലയിലും മോന്റെ ബോഡി തിരുവനന്തപുരം ജില്ലയിലും കുഴിച്ചിടാൻ ഭാർഗവൻ ചേട്ടനോട് ഞാൻ പറയാം. എന്താ അങ്ങനെ പോരെ? യൂഹിച്ചാളെ